ഒരിക്കൽ നമ്മുടെ ഇംഗ്ലണ്ടിൽ ഒരു സാർ ഒരു 30 പിള്ളേരെയും കൊണ്ട് ടൂറ് പോയി. ടൂറിന് പോയെന്ന് പറഞ്ഞാൽ ജോൺ വേഴ്സ്ലി എന്ന് പറയുന്ന ദൈവദാസൻ്റെ വീട് സന്ദർശിക്കാൻ പോയി. എവിടെയായിരുന്നു? ഓറ്, പ്രൊഫസർ ഓർ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം 30 പിള്ളേരെയും കൊണ്ട് പോയി ജോൺ വേഴ്സ്ലിയുടെ വീട് സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് ജോൺ വേഴ്സ്ലി. അദ്ദേഹം ഇരിക്കുന്ന ചെയർ കാണിച്ചു കൊടുത്തു, അദ്ദേഹം കിടക്കുന്ന ബെഡ് കാണിച്ചു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ റൂം കാണിച്ചു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ കിച്ചൺ കാണിച്ചു കൊടുത്തു. അങ്ങനെ റൂം കാണിച്ച സമയത്ത് ബെഡിൻ്റെ താഴെ ഒരു പായ ഇട്ടിരിക്കുന്നു. ആ പായിൽ 2 ഹോള്. സാറ് ചോദിച്ചു, ഇതെന്താണിതിങ്ങനെ? അപ്പോൾ അവിടെ ഗൈഡ് പറഞ്ഞു, ഇത് ജോൺ വേഴ്സ്ലി ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ അടയാളമാണിത്, മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ സൈനാണിത്. എല്ലാം കണ്ടു കേട്ട് തിരിച്ചു വന്നു. വണ്ടിയിൽ കയറിയപ്പോൾ പിള്ളേരുടെ എണ്ണം എടുത്തപ്പോൾ ഒരാളെ കാണുന്നില്ല. 29 വരെ ഉള്ളൂ, ഒരാളെ കാണുന്നില്ല. അവിടെ എല്ലാം തപ്പി നോക്കി, എവിടെ പോയി അറിയുന്നില്ല. നോക്കിയപ്പോൾ ഈ പയ്യൻ ആ പായയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ലോർഡ് ഡു ഇറ്റ് അഗൈൻ, ലോർഡ് വി നീഡ് എ റിവൈവൽ അഗൈൻ. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വീണ്ടും ഒരു റിവൈവൽ തരണമേ എന്ന്. ആ പ്രാർത്ഥിച്ച വ്യക്തിയാണ് പിന്നീട് ലോകരാജ്യങ്ങൾ അറിയപ്പെട്ട ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദൈവദാസൻ.